നമസ്തേ. യോഗസൂത്രം സാധനാപാദം സൂത്രം 28 യോഗാംഗാനുഷ്ഠാനം വിവേകജ്ഞാനം നൽകുന്നു എന്ന് പറഞ്ഞു. ഈ സൂത്രം 29 ആ 8 അംഗങ്ങൾ, യോഗാംഗങ്ങൾ, അഷ്ടാംഗ യോഗം ഏതെല്ലാമാണ് എന്ന് നിർവചിക്കുകയാണ്. സൂത്രം 29 യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയോ അഷ്ടാവങ്കാനി. യമ, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് 8 അംഗാനി, അംഗങ്ങൾ. യോഗയുടെ ലക്ഷ്യമായ വിവേകഖ്യാതി അഥവാ മോക്ഷം നേടുന്നതിനുള്ള പടിപടിയായുള്ളതും പ്രായോഗികവുമായ മാർഗമാണ് അഷ്ടാംഗയോഗം. ഈ 8 അംഗങ്ങൾ ചിത്തത്തിൻ്റെ, മനസ്സിൻ്റെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. അതിലൊന്ന് യമം. ഇപ്പോൾ ഓരോന്നിനെക്കുറിച്ചും ഇനി വരുന്ന സൂത്രങ്ങളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം എന്താണ് എന്നും പറഞ്ഞു വെക്കുന്നു. എങ്കിലും ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. യമം അത് ധാർമ്മികമായ അടിസ്ഥാന ഘടകമാണ്. യമം അഹിംസയിൽ നിന്നാണ് ഈ അഷ്ടാംഗങ്ങൾ ആരംഭിക്കുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളാണ് യമ എന്ന അംഗത്തിൽ വരുന്നത്. നിയമം വ്യക്തിപരമായ ശിക്ഷണമാണ്. നിയമം സ്വയത്തോടുള്ള കടമകളും ശുദ്ധീകരണ കർമ്മങ്ങളുമാണ് ഇവിടെ പറയുന്നത്. 3 ആസനം, ശരീരനില, ശരീരത്തെ ദൃഢമാക്കി നിർത്തുന്നതിന്, സ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള ശാരീരിക ശിക്ഷണ മാർഗമാണ് ആസനം. പ്രാണായാമം പ്രാണന്റെ നിയന്ത്രണം. ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ പ്രാണനെ വരുതിയിലാക്കാനുള്ള പ്രവർത്തനമാണ് പ്രാണായാമത്തിലൂടെ പറയുന്നത്. പ്രത്യാഹാരം ഇന്ദ്രിയ നിഗ്രഹം, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കലാണ് ഇത്. ധാരണ ഏകാഗ്രത, മനസ്സിനെ ഒരു ബിന്ദുവിൽ തന്നെ, ഒന്നിൽ തന്നെ ഉറപ്പിക്കുന്നതാണ് ധാരണ. ധ്യാനം തുടർച്ചയായ ഏകാഗ്രത, ധാരണയിൽ നിന്ന് വികസിച്ച് ശ്രദ്ധ നിലനിർത്തിക്കൊണ്ടുപോകുന്നതാണ് ധ്യാനം. സമാധി ലയം, ധ്യാനിക്കുന്ന വസ്തുവിൽ, വിഷയത്തിൽ ലയിച്ചു ചേരലാണ്. പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയാണ് ധ്യാനം. യോഗസൂത്രം അനുസരിച്ച് ആദ്യത്തെ 5 അംഗങ്ങൾ യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ഇത്രയും അംഗങ്ങളെ ബഹിരംഗ യോഗ, ബാഹ്യമായ സാധന എന്ന് പറയും. അവസാനത്തെ 3 അംഗങ്ങൾ ധാരണ, ധ്യാനം, സമാധി ഇവയെ അന്തരംഗ യോഗ, ആന്തരിക സാധന എന്നും പറയപ്പെടുന്നു. വ്യാസൻ ഈ 8 അംഗങ്ങൾ കാരണകാര്യബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒരു കാരണം, അതിൽ നിന്നൊരു കാര്യം, ആ കാര്യം പിന്നീട് കാരണമാകുന്നു, അടുത്തത് കാര്യമാകുന്നു. അങ്ങനെ യമത്തിൽ നിന്ന് നിയമം, നിയമം കാരണമായി ആസനം, അങ്ങനെ പടിപടിയായി ഒരു പടി കയറി അടുത്ത പടിയിലേക്ക് പോകുന്നത് പോലെയാണ് യോഗാഭ്യാസം. ഓരോ അംഗവും അതിൻ്റെ ഫലം നൽകിയാൽ മാത്രമേ അടുത്ത അംഗത്തിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. യമം, നിയമം എന്നിവ പാലിക്കുമ്പോൾ ക്ലേശങ്ങൾ, അശുദ്ധി നശിക്കാൻ തുടങ്ങും. ഇതിലൂടെ ചിത്തത്തിന് സ്ഥിരത ലഭിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവയിലൂടെ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി പ്രത്യാഹാരത്തിലൂടെ അവയെ പൂർണ്ണമായി പിൻവലിക്കുമ്പോൾ ചിത്തം ധാരണയ്ക്കും തുടർന്ന് ധ്യാനത്തിനും സമാധിക്കും സജ്ജമാകുന്നു എന്ന് വ്യാസൻ വ്യാഖ്യാനിക്കുന്നു. വാചസ്പതി മിശ്ര യോഗാംഗങ്ങളുടെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട്.
ചിത്തത്തെ മൂടുന്ന രജസ്സിൻ്റെയും തപസ്സിൻ്റെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ അംഗങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വിവേകഖ്യാതി, ജ്ഞാനദീപ്തി നേടുന്നതിനുള്ള നേരിട്ടുള്ള ഉപാധികളാണ് ധാരണ, ധ്യാനം, സമാധി എന്നിവ. എന്നാൽ ഈ അന്തരംഗ സാധനകൾ വിജയിക്കണമെങ്കിൽ യമം, നിയമം തുടങ്ങിയ ബഹിരംഗ സാധനകളിലൂടെ മനസ്സിനെ സജ്ജമാക്കണം എന്നും അദ്ദേഹം പറയുന്നു. എല്ലാ അംഗങ്ങളും ഒത്തുചേരുമ്പോഴാണ് യോഗം പൂർണ്ണമാകുന്നത്. കേവലം ആസനം ചെയ്യുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നതല്ല യഥാർത്ഥ യോഗാംഗ അനുഷ്ഠാനം എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിന് സമാനമായ അംഗങ്ങളെയാണ് യാജ്ഞവൽക്യ സംഹിതയിൽ പറയുന്നത്. ഇത് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളെക്കുറിച്ച് വന്ന ആദ്യകാല വ്യാഖ്യാനമായി കണക്കാക്കപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിവയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. യാജ്ഞവൽക്യ സംഹിതയിൽ നാഡികളെ ശുദ്ധീകരിക്കുന്നതിനും സമാധി നേടുന്നതിനും പ്രാണായാമത്തിന് അത്യധികം പ്രാധാന്യം നൽകുന്നു. മൈത്രി ഉപനിഷത്ത് ഷഡംഗ യോഗത്തെ അവതരിപ്പിക്കുന്നു. 6 അംഗങ്ങളാണ് അവിടെ പറയുന്നത്. ഇത് പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, തർക്കം, സമാധി എന്നിവയാണവ. പതഞ്ജലിയുടെ യമം, നിയമം, ആസനം എന്നിവയെ ഈ ഉപനിഷത്തിൽ സാധാരണ ജീവിതത്തിലെ ധർമ്മമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ധ്യാനത്തിനായിട്ടുള്ള 6 അംഗങ്ങളെ മാത്രം എടുത്തു പറയുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം വിവേകഖ്യാതി എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ ചിത്തത്തെ ശുദ്ധീകരിക്കാനും സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്ന പടിപടിയായിട്ടുള്ള ശിക്ഷണ മാർഗങ്ങളാണ് യോഗാംഗങ്ങൾ എന്ന് ഊന്നി പറയുന്നുണ്ട്.